കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99 മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിയതിനെ അന്വേഷിച്ച് പോവുകയില്ലേ? കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് വഴിതെറ്റിപ്പോകാത്ത 99 എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട 2 വചനഭാഗങ്ങളും മനുഷ്യവംശത്തിന് മുഴുവനും വലിയ സന്തോഷത്തിൻ്റെയും സമാശ്വാസത്തിൻ്റെയും ഒക്കെ ഒരു വചനമായിട്ട് നമ്മൾ കാണാൻ പറ്റുക. ഒന്നാമത്തെ വായനയിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടതകളും വേദനകളും നൊമ്പരങ്ങളും ഒക്കെ ദൈവം കണ്ട് അവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം. അവിടെയും ദൈവം ഒരു വലിയ ഇടയനായിട്ട് അവരുടെ ജീവിതത്തെ അത്രമാത്രം ശക്തമായി സ്വാധീനിക്കുകയും ആശ്വസിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. പഴയ നിയമത്തിൽ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, ദൈവം തൻ്റെ പ്രിയപ്പെട്ട ജനത്തെ എപ്രകാരമാണ് പരിപാലിക്കുന്നതെന്ന്. ഒരു യഹൂദൻ ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്തൊരു കാര്യം. കാരണം അത്രമാത്രം അവൻ്റെ കണ്ണുകൾ കാണുകയും കാതുകൾ കേൾക്കുകയും ചെയ്ത കാര്യമാണ് ദൈവം അവരെ അത്രമാത്രം പ്രതിസന്ധികളുടെ നടുവിലും മരണത്തെ മുഖാമുഖം കണ്ട നിമിഷം പോലും അവരെ അതിശക്തമായി പരിപാലിച്ച് രക്ഷിച്ചു എന്നുള്ളത്. അതുകൊണ്ട് കൂടെ കൂടെ അവരുടെ ജീവിതങ്ങളിൽ എപ്പോഴും പറഞ്ഞു കൊടുത്തിരുന്ന കാര്യമാണ്, തലമുറകളിലൂടെ അത് കൈമാറ്റം വന്നുപോയ ഒരു കാര്യമാണ്, അതായത് ദൈവത്തിൽ ആശ്രയിക്കണമെന്നുള്ളത്. കാരണം അത്രമാത്രം ശക്തമായി അവരെ നയിച്ചുകൊണ്ടിരുന്ന ദൈവമാണെന്നുള്ള വലിയ ബോധ്യം ഒരിക്കലും അവർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. വീണ്ടും ദൈവത്തെ മറന്നുപോയ സമയത്ത് അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് അടിമത്തങ്ങൾ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു നൊമ്പരങ്ങളിലും വേദനകളുടെയും നടുവിൽ അവർ ദൈവത്തെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ. അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം പ്രവാചകന്മാരിലൂടെ ഈ ആശ്വാസത്തിൻ്റെ ഒരു വലിയ സന്ദേശം ഇസ്രായേൽ ജനതയ്ക്ക് നൽകുന്നത് കാണാൻ പറ്റും. വായിച്ചു കേട്ട സുവിശേഷത്തിൽ ഈശോ പറയുകയാണ്, ഞാൻ നല്ല ഇടയനാണ്, ഞാൻ നല്ല ഇടയനാണ്. എനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കും, അതിൽ ഒന്നിനെ നഷ്ടപ്പെട്ടു പോയാൽ ബാക്കി 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന നല്ലിടയൻ. നമ്മുടെയൊക്കെ മാനുഷികമായ ചിന്തയിൽ പലപ്പോഴും ഇതൊരു വലിയ മണ്ടത്തരമാണെന്ന് തോന്നും. കാരണം 99 മരുഭൂമിയിൽ വിട്ട് കഴിഞ്ഞാൽ ഉള്ള ഒന്ന് നഷ്ടപ്പെടുന്നത് മാത്രമല്ല, ബാക്കി 99 നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നൊരു കാര്യം, വിശുദ്ധ സിറിൽ, വിശുദ്ധ ഗ്രിഗറി എന്നിവരൊക്കെ പഠിപ്പിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം ഇതാണ്, ഈശോ ഈ 99 സ്വർഗത്തിലാക്കിയിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി നഷ്ടപ്പെട്ടു പോയവരെ വീണ്ടെടുക്കുവാനായിട്ട് വന്നിരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ആഗമന കാലത്തിൽ ഈ ഒരു വചനഭാഗം, ദൈവം നല്ലിടയനായ ഈശോയെക്കുറിച്ച് നമ്മൾ ഈ ആഗമന കാലത്ത് ചിന്തിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വരുന്നതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ ലക്ഷ്യം നമ്മളെല്ലാവരും നശിച്ചു പോകാതെ നമ്മളെല്ലാവരെയും നിത്യജീവനിലേക്ക് നയിക്കണമെന്നുള്ളതാണ്. നമ്മളെല്ലാവരും ദൈവത്തോടു കൂടെ ദൈവത്തിൻ്റെ ആ ഒരു വലിയ സാന്നിധ്യത്തിൽ ആയിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അതിനുവേണ്ടി ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3:16 പറയുന്നത്, ആരും നശിച്ചു പോകാതിരിക്കാനായിട്ട് എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുവാൻ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അതായിരുന്നു ദൈവത്തിൻ്റെ സ്നേഹം. തിമോഥെയോസിന് എഴുതിയ ലേഖനം, 1-ാം ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം 4-ാം തിരുവചനം പറയുന്നു, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പ്രിയപ്പെട്ടവരെ,
പ്രകാരം ഒരു മനസ്സിൽ ഒരാഗ്രഹവുമായിട്ട് ദൈവം നമ്മുടെയൊക്കെ മുമ്പിലേക്ക് വരുന്ന സമയമാണ് ആഗമനകാലം, നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ കൃത്യമായിട്ടും പറഞ്ഞു വെക്കുന്നൊരു കാര്യമാണ്, ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം മനുഷ്യന് നഷ്ടപ്പെട്ട ഒരു കാര്യം ദൈവത്തിൻ്റെ നന്മയിലുള്ള വിശ്വാസമാണ്. They have lost the trust in God's goodness. ദൈവം നല്ലവനാണെന്നും നല്ലത് മാത്രം ചെയ്യുന്നവനാണെന്നും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ നന്മകൾ ലഭിക്കുമെന്നുള്ള കാര്യമൊക്കെ അവൻ മറന്നുപോയി. അതിൽ വിശ്വസിക്കുവാനായിട്ട് അവന് സാധിക്കാതെ വരും. അതാണ് പാപത്തിൻ്റെ ഒരു വലിയ തടസ്സം അവൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ഇന്നും സാധാരണ ഏറ്റവും കൂടുതൽ മനുഷ്യനെ പഠിപ്പിക്കുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിൻ്റെ നന്മയിൽ ആശ്രയിക്കുക എന്നുള്ളത്. ദൈവം നല്ലവനാണ് എന്ന് വിശ്വസിക്കുവാനായിട്ട് മനുഷ്യരെ പ്രേരിപ്പിക്കാതിരിക്കാം. പക്ഷേ ഈ ഒരു കാര്യം, അതായത് ഞാൻ നല്ലവനാണ് എന്ന് തെളിയിക്കുവാനായിട്ട് ദൈവം ഓരോ നൂറ്റാണ്ടുകളിലെ മനുഷ്യവംശത്തോട് പറയുകയാണ്. ഓരോ വ്യക്തികളിലൂടെയൊക്കെ സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ കൃത്യമായിട്ട് ദൈവം കഷ്ടപ്പെടുന്നത് കാണാൻ പറ്റും. ഞാൻ നല്ലവനാണ്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക, എൻ്റെ കരുണയിൽ ആശ്രയിക്കുക. ഇതൊക്കെ ദൈവം പറയാനുള്ള കാരണം ദൈവത്തിൻ്റെ ആ ഒരു നന്മയിലുള്ള വിശ്വാസം മനുഷ്യന് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. ഈ നഷ്ടപ്പെട്ടു പോയവരെ വീണ്ടെടുക്കുവാനായിട്ടാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസിനായിട്ട് നമ്മൾ ഒരുങ്ങാൻ പോകുന്ന സമയമാണ്. ക്രിസ്തുമസിനായിട്ട് ഒരുങ്ങാൻ പോകുമ്പോൾ നല്ല ഇടയൻ്റെ ഈ ഒരു ചിത്രം നമ്മൾ മനസ്സിലേക്ക് സൂക്ഷിക്കാറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറുപ്പം മുതലേ ഈശോയെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് നല്ല ഇടയൻ്റെത്. ആടുകളെ തൻ്റെ സ്വന്തമായി ചേർത്ത് പിടിച്ച്, മാറോട് ചേർത്ത് പിടിച്ച് കൊണ്ട് നടക്കുന്ന ഈശോയുടെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ ആ ഒരു സ്ഥാനത്ത് നമ്മുടെയും നിങ്ങളുടെയും ഒക്കെ ആ ഒരു ചിത്രം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് എന്നെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ ദൈവം, എന്നെ പാപത്തിൽ നിന്നും വീണ്ടും രക്ഷിച്ച് എന്നെ വീണ്ടെടുത്ത കുരിശുമരണം, കാൽവരിയിലെ കുരിശുമരണത്തിലൂടെ എന്നെ നിങ്ങളെ വീണ്ടെടുത്തവനാണ് എൻ്റെ ദൈവം എന്നുള്ള വലിയ ബോധ്യമുണ്ടാകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇസ്രായേൽ ജനതയുടെ ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു അവർ ദൈവത്തെ വലിയ ഇടയനായിട്ട് കണക്കാക്കിയിരുന്നത്. കാരണം അവരുടെ ജീവിതത്തിൻ്റെ ഒരു കുലത്തൊഴിലായിരുന്നു ആടുകളെ മേയ്ക്കുക. അതുകൊണ്ട് ഞാൻ നല്ല ഇടയനാണ്, നിങ്ങൾ എൻ്റെ ആടുകളാണ് എന്ന് പറയുമ്പോൾ അവർക്കത് അംഗീകരിക്കാനാണ് വലിയ സന്തോഷമാണ്. കാരണം അവരുടെ ജീവിതവുമായിട്ട് അത്രമാത്രം ബന്ധപ്പെട്ട കാര്യം. സങ്കീർത്തനം 23 പറഞ്ഞ കർത്താവാണ് എൻ്റെ ഇടയൻ. പക്ഷെ പറയുന്നു ഞാൻ നല്ല ഇടയനാണെന്ന് പറയുമ്പോൾ ഞാൻ കർത്താവാണ്, നിങ്ങൾ എൻ്റെ നന്മയിൽ ആശ്രയിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനഭാഗം ധ്യാനിച്ച് നമ്മൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കും നമ്മുടെയൊക്കെ ബോധ്യങ്ങളിലേക്ക് കൊണ്ടുവരാവുന്ന കാര്യം, നല്ലവനായ ദൈവം എന്നെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച വലിയ ആഘോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുന്നത് എന്ന്. ഈ ഒരു വലിയ ബോധ്യം നമ്മളിൽ നിറയുവാൻ ദൈവത്തിൻ്റെ നന്മയിൽ ആശ്രയിച്ച് ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയം വയ്ക്കുന്നവരായി മാറുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.